ഡീസൽ വില വർധനവിൽ നട്ടെല്ലൊടിഞ്ഞ മത്സ്യബന്ധന മേഖലയ്ക്ക് തിരിച്ചടിയായി ശക്തമായ മഴയും. ഈ സീസണിലെ അവസാന ദിവസങ്ങളിൽ കടലിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മീൻപിടുത്ത ബോട്ടുകളും വള്ളങ്ങളും. ഇതിനിടെ മത്സ്യലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 2 മാസമായി മിക്ക ബോട്ടുകളും കടലിൽ പോകാനാകാതെ തീരത്ത് വിശ്രമത്തിലാണ്. മത്സ്യബന്ധന മേഖലയ്ക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് കടൽക്കാറ്റും മത്സ്യലഭ്യതക്കുറവും ഡീസൽ വില വർധനവും. കേരളത്തിലെ മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനമായ ഡീസലിന്റെ ക്രമാതീതമായ വിലവർധനവും മത്സ്യലഭ്യതക്കുറവും മൂലം ജില്ലയിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെട്ടവരുടെയും ജീവിതം പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും മത്സ്യമേഖലയിൽ ഡീസലിന് സബ്സിഡി നൽകുന്നുണ്ടെങ്കിലും കേരളത്തിലെ മത്സ്യബന്ധന യാനങ്ങൾക്ക് സർക്കാർ സബ്സിഡി നൽകാത്തതാണ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. 100 രൂപയിൽ താഴെ വിലയുള്ള മത്സ്യങ്ങൾ മാത്രം ലഭിക്കുന്നതിനാൽ നഷ്ടക്കണക്കുകൾ മാത്രമാണ് തീരത്തിന് പറയാനുള്ളത്. ബോട്ടുകൾ കടലിലിറങ്ങി മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും 50,000 രൂപയോളമാണ് ഇന്ധന ചിലവിന് മാത്രമായി മാറ്റിവെക്കേണ്ടി വരുന്നത്. വലിയ ബോട്ടുകൾ ദിവസങ്ങളോളം കടലിൽ തങ്ങിയാണ് മീൻ പിടിക്കുന്നത്. പലപ്പോഴും ഇന്ധന ചിലവ് പോലും തിരികെ പിടിക്കാൻ കഴിയാതെ ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഡീസൽ വില വർധനവ് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതിനു ശേഷം പലപ്പോഴായി കടൽ പ്രക്ഷുബ്ധമായതിനാലും കാലാവസ്ഥാ മുന്നറിയിപ്പ് മൂലവും ബോട്ടുകൾ മിക്കപ്പോഴും തീരത്ത് തന്നെ കെട്ടിയിടുകയായിരുന്നു. ഇതോടെ ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ പലപ്പോഴും ആളൊഴിഞ്ഞ പ്രതീതിയാണ്. ഇപ്പോൾ ഒരാഴ്ചകളായി ഭയങ്കര കടൽക്ഷോഭം കാറ്റും കാരണം ബോട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ കുറച്ച് സമാധാനം ബോട്ട് പോയതാണ്. വീണ്ടും കാറ്റുമൊക്കെ വന്നിട്ട് ബോട്ടുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളെ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജൂൺ 9 തീയതി അർദ്ധരാത്രി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 52 ദിവസമെങ്കിൽ ലീവാണ്. അപ്പോ ഇവിടുത്തെ പൊന്നാല സാഹചര്യം വളരെ മോശം ബോട്ടായിരുന്നു. ഇപ്പോ ഇത്ര നാളെടുത്ത ബോട്ടുകളുടെ പണിയൊക്കെ ഡീസലിക്കായി കടലുള്ള പണികളാണ്. മൊത്തത്തിൽ ഇവിടെ ആകാത്ത മോശമാണ്. ഈ സമയത്താണ് ഇപ്പൊ ബോട്ടുകൾ പോയാൽ എന്തെങ്കിലും പണി കിട്ടുന്നത്. ആ സമയത്താണ് കാറ്റും കടലും കടൽക്ഷോഭവും കാര്യങ്ങളെല്ലാം.